നമസ്കാരം. ഞാൻ ജ്യോതിഷം ശാസ്ത്രീയ പഠനം എന്ന ഈ സംഗതിയിൽ ഇന്ന് ജ്യോതിഷം പറയാൻ ആഗ്രഹിക്കുന്നില്ല. അതിനുമപ്പുറം നമ്മുടെ ഇന്നത്തെ നാടിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന ചില അവസ്ഥാവിശേഷങ്ങൾ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കമൻസ്, ജ്യോതിഷേതരമായി ഒരു കമൻസ് വന്നിരിക്കുന്നു. ആ കമൻസ് വായിച്ച ശേഷം നമുക്ക് മുന്നോട്ട് പോകാം. നമസ്കാരം സാർ, ജ്യോത്സ്യ പഠനം നല്ല രീതിയിൽ പഠിപ്പിച്ചു തന്നതിന് നന്ദി. രാഷ്ട്രീയം പറയുമ്പോൾ സാർ കമ്മ്യൂണിസ്റ്റുകാരെ മാത്രമേ കുറ്റം പറയുന്നുള്ളൂ. ഇല്ല, ഞാൻ ഒരു പ്രത്യേക രാഷ്ട്രീയ കക്ഷിയിൽ വിശ്വസിക്കുന്ന ആളല്ല. സ്വതന്ത്രമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ആര് തെറ്റ് ചെയ്തിരുന്നാലും അത് ചൂണ്ടിക്കാണിക്കാനുള്ള ധൈര്യവും വിവേകവും ഉണ്ടാകും. ഞാൻ പറഞ്ഞിരുന്നല്ലോ, കേന്ദ്ര ഗവൺമെൻറ്, ഇന്ന് ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് ഈ രാജ്യത്തിലെ പ്രതികരണശേഷിയുള്ള വിദ്യാർത്ഥികളെ വിലക്കെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്ത് അവരുടെ പ്രതികരണശേഷി നശിപ്പിച്ച് തങ്ങൾക്കെതിരെ ഇവരുടെ നാവ് ചലിപ്പിക്കാതിരിക്കാനായി നാവറുത്തെടുക്കുന്ന ഒരു സമ്പ്രദായം. കോൺഗ്രസ്സുകാരുടെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസത്തെ അല്ല, നല്ല കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവില്ല. ഇന്നത്തെ ഈ അരവട്ടന്മാരെ കുറിച്ച് ഞാൻ കുറ്റപ്പെടുത്തുക. 9 വർഷമായി കമ്മ്യൂണിസ്റ്റുകാരാണ് കേരളം ഭരിക്കുന്നത്. ഒരു മന്ത്രിയോ ഒരു MLA ഒരു അഴിമതി കേസിൽ ഉണ്ടായെന്ന് അന്വേഷിക്കണം. എനിക്ക് ചിരിയാണ് വരുന്നത് ഈ അഭിപ്രായം കേട്ടിട്ട് കേട്ടോ. പിന്നെ സാറ് പറഞ്ഞു നിലമ്പൂരിലെ ഇലക്ഷൻ്റെ കാര്യം. ഒരു എഴുത്തുകാരനോ ഒരു സാഹിത്യകാരനോ പറഞ്ഞിട്ടില്ല കമ്മ്യൂണിസ്റ്റുകാരൻ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്ന്. അവരെ വ്യക്തിപരമായി വോട്ട് കൊടുക്കുമെന്ന് പറഞ്ഞതേ ഉള്ളൂ. മറുപടി പ്രതീക്ഷിക്കുന്നു. പറഞ്ഞിട്ടുണ്ട്, സാഹിത്യകാരന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട് ഒരാൾ. അയ്യോ, കണ്ണടച്ചാണോ കേരളത്തിൽ താങ്കൾ ജീവിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞാനിപ്പോഴത്തെ ആരോഗ്യ മേഖലയാണല്ലോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. ഒരു പ്രിയപ്പെട്ട സഹോദരി ബിന്ദു എന്ന് പറഞ്ഞൊരു 51 വയസ്സുകാരി ദാരുണമായി ഞാൻ കൊല ചെയ്യപ്പെട്ടു എന്നാ പറയുക. ഒരു മന്ത്രി പുങ്കവനും ഒരു മന്ത്രി പുങ്കവത്തിയും അവിടുത്തെ സൂപ്രണ്ടും ഒരു പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി അടക്കമുള്ള ഒരു 4 സംഘം ചേർന്ന് ആ പാവപ്പെട്ട ബിന്ദുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് കൊലപ്പെടുത്തിയതിന് കാരണം? അത് വരുന്നതിന് മുമ്പ് എനിക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എനിക്ക് വ്യക്തിപരമായി ഉള്ള ഒരു അനുഭവം ഞാൻ പറയാം. മെഡിക്കൽ കോളേജിൽ എല്ലാം ഫ്രീ ആണെന്നല്ലോ പറയുക. എൻ്റെ ഭാര്യക്ക് ഒരിക്കൽ കാർ ആക്സിഡൻറ്റ് പറ്റി. കാല് മുട്ടിന് താഴെയും പാദത്തിന് മുകളിലുള്ള ആ മുളങ്കാലിലെ എല്ല് പൊട്ടി 2ആയിട്ട് വേർപെട്ടു. കൊണ്ടുപോയി ഉച്ചയ്ക്ക് ശേഷമാണ് സംഭവിച്ചത്. വൈകുന്നേരം 6 മണിക്ക് സർവ്വവിധ ടെസ്റ്റും കഴിഞ്ഞ് ഓപ്പറേഷൻ നിശ്ചയിച്ചു. 7 രാത്രി 1 മണിയായി, വെളുപ്പാങ്കാലം 3 മണിയായി, 6 ഓപ്പറേഷൻ നടന്നില്ല. അപ്പോൾ ഞാൻ ചെന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും അന്ന് ഓപ്പറേഷൻ നടക്കില്ല, ചിലപ്പോൾ ഒരാഴ്ചയോളം വൈകും എന്നാണ് അവർ പറഞ്ഞത്. അപ്പോഴേ എനിക്ക് കാര്യം പന്തികേട് പിടികിട്ടി. ഞാൻ പറഞ്ഞു, ഡെമോ തന്നേക്കണം. ഡെമോ എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻറ്റിൻ്റെ സമ്മതത്തോടു കൂടി മെഡിക്കൽ കോളേജ് വിടുന്നു, ഡിസ്ചാർജ് തരണം. അപ്പോൾ അന്ന് ഡ്യൂട്ടിക്ക് വന്ന ആ ഡോക്ടർക്ക് ഡിസ്ചാർജ് തരാൻ മനസ്സില്ല. അയാൾക്കൊരു ഷെയിം പോലെ. പിന്നെന്താ ചെയ്യുക? ഞാൻ ചിലരെ കരഞ്ഞ് കാര്യം നേടാം, ചിലരോട് യാചിക്കാം, ചിലരെ പ്രീതിപ്പെടുത്താം, ചിലരെ പുകഴ്ത്തി, അങ്ങനെ ഏതെങ്കിലും ഒരു തന്ത്രം ഉപയോഗിച്ച് നമുക്ക് കാര്യം നേടണം. ഇതിനൊന്നിനും പറ്റിയില്ലെങ്കിൽ എന്താ ചെയ്യുക? ഈ യുദ്ധക്കളത്തിൽ വെച്ച് അർജുനൻ എതിരെ യുദ്ധം ചെയ്യേണ്ട ഭീഷ്മ പിതാമകനെയും തൻ്റെ സഹോദരങ്ങളെയും ബന്ധുക്കളെയും എല്ലാം നോക്കി തളർന്നിരുന്നു പോയ, യുദ്ധത്തിൽ നിന്ന് പിന്മാറി, തൻ്റെ കർമ്മത്തിൽ നിന്ന് മാറിയിരുന്ന കൃഷ്ണനെ സർവ പണിയും നോക്കി അർജുനനെ പ്രീതിപ്പെടുത്താൻ സാക്ഷാ ശ്രീകൃഷ്ണൻ സർവ പണിയും നോക്കി നടന്നില്ല. അവസാനം ഒറ്റ ആയുധമെടുത്തു, ഭീഷണിപ്പെടുത്തൽ. കൃഷ്ണൻ അർജുനൻ്റെ ഡ്രൈവറാണ്.
ആ ഡ്രൈവർ എന്ന കർമ്മത്തിൽ നിന്ന് മാറി മെൻറ്ററുടെയും ഉപദേശകൻ്റെയും റോളിൽ അദ്ദേഹം ഒരുപാട് വർത്തമാനം പറഞ്ഞ് നടക്കുന്നില്ല. അവസാനം തൻ്റെ വിശ്വരൂപം കാണിച്ചിട്ട് പേടിപ്പിച്ച് അർജുനനോട് പറയുന്നു, ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ? മര്യാദ കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യണോ അല്ലെ ശരിയാക്കി കളയും എന്ന രീതിയിലാണ് പറഞ്ഞത്. പേടിച്ചു. അർജുനൻ യുദ്ധസന്നദ്ധനായി. അപ്പോൾ എൻ്റെ വിശ്വരൂപം അയാളോട് എടുക്കേണ്ടി വന്നു. അയാള് വിറച്ച് ഡെമോ എഴുതി തന്നു. അപ്പോൾ അതിനു മുമ്പ് ഡെമോ എഴുതി തരുന്നതിന്, ഡിസ്ചാർജ് തരുന്നതിന് മുമ്പ് ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ ഏകദേശം വെളിയിൽ കടയിൽ നിന്ന് ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. ഏകദേശം 50,000 രൂപയോളം കമ്പി, കുടച്ചക്കര, ഇങ്ങനെയൊക്കെ സംഗതികൾ. അപ്പോൾ ഒരു പാവപ്പെട്ടവനാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. അവൻ പൈസക്ക് എവിടെ പോകും? അപ്പോൾ ആ ഉപകരണങ്ങൾ നമ്മൾ തിരിച്ചു കൊടുത്തപ്പോൾ ആ കടയിൽ നിന്ന് പൈസയും കിട്ടി. ഉപയോഗിക്കാത്തതാണല്ലോ. അങ്ങനെ നേരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും അത്യാവശ്യമായിട്ട്, ഒരു പാവപ്പെട്ടവനൊക്കെ ഉള്ളവരാണല്ലോ ആശുപത്രി, ഈ സർക്കാർ ആശുപത്രി, മെഡിക്കൽ കോളേജ്. അവിടെ ഇത്തരം ചെലവ് വരേണ്ടി വരുന്നൊരു പാവപ്പെട്ടവൻ എന്താ ചെയ്യേണ്ടിയ? ഇനി നമുക്ക് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഒന്ന് പോയിട്ട് വരാം. ഒരുത്തൻ എവിടെ കാലുകുത്തിയാലും സർവനാശം എന്ന് പറഞ്ഞ പോലെ അത്രത്തോളം കാലക്കേട് പിടിച്ച ഒരുത്തനുണ്ട്. അവൻ കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ 5 കിലോമീറ്ററിനും അപ്പുറം ഒരു ഉന്നതതല യോഗമോ ഒലക്കേട മൂടോ എന്നൊക്കെ പറയുക. അയാളെന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി, അയാളും കുറച്ച് മന്ത്രിമാരും, അതിൽ വാസവൻ എന്നൊരു മന്ത്രിയുണ്ട്, വീണ ജോർജ് എന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രി, ഫാഷൻ ഷോയുടെ ആളാണല്ലോ. അവർ യോഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു കെട്ടിടത്തിൻ്റെ ശുചിഭാഗം തകർന്ന് വീണു. ആ സ്ത്രീ അതിനകത്ത് ആളുണ്ടോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇത് കേട്ട മാത്രയിൽ തന്നെ ആരോഗ്യമന്ത്രിയും വാസവൻ എന്ന മന്ത്രിയും അവിടെ എത്തി കാര്യങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ആശുപത്രി സൂപ്രണ്ട്, അയാളെപ്പറ്റിയുള്ള വീഡിയോകൾ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല അഭിപ്രായം പറയാനുള്ളത്. ഉറങ്ങുന്ന 3-4 മണിക്കൂർ പോയിട്ട് നിരന്തരം വർക്ക് ചെയ്യുന്ന ആൾ, ഒരിക്കലും കൈക്കൂലി വാങ്ങാത്ത ആൾ, വർക്കിനോട് ഭയങ്കരമായി ആത്മാർത്ഥത കാണിക്കുന്ന ആൾ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഒരു കെട്ടിടം 12 വർഷങ്ങൾക്ക് മുമ്പ്, 68 വർഷം പഴക്കമുള്ള ഒരു കെട്ടിടം 12 വർഷങ്ങൾക്ക് മുമ്പ് അത് മോശം അവസ്ഥയിലാണെന്നും പൊളിച്ച് കളയാൻ ഓർഡർ ഇട്ടിരുന്ന കെട്ടിടം ഇതുവരെയും ആരും പൊളിച്ചിട്ടില്ല. 9 വർഷമായി ഇവന്മാരും പൊളിച്ചിട്ടില്ല. 9 വർഷങ്ങൾക്ക് മുമ്പ് അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ആരോഗ്യമന്ത്രി ശിവകുമാറായിരുന്നു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും മോശം മന്ത്രിയെന്ന്, ആരോഗ്യമന്ത്രി എന്ന് പേരെടുത്ത മന്ത്രിയാണ് ശിവകുമാർ. പക്ഷെ ശിവകുമാറിന് ഇപ്പം ആശ്വസിക്കാം, തന്നെക്കാൾ മോശപ്പെട്ട വേറൊരെണ്ണം വന്നല്ലോ എന്ന് കരുതി. ആശുപത്രി സൂപ്രണ്ട് മന്ത്രിമാരോട് പറഞ്ഞത്ര അത് ഉപയോഗിക്കാതെ കിടന്ന കെട്ടിടമാണ്, അവിടെ ആരും ഉണ്ടാവില്ല, കുഴപ്പമില്ല എന്ന്. നോക്കൂ, അവിടെ ഈ സൂപ്രണ്ടിന് അടക്കം അറിയാം ആ ശുചിമുറിയിൽ പൊതുജനങ്ങളും കൂട്ടിരിപ്പുകാരും രോഗികളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേ ഇടിഞ്ഞു വീഴാറായ ആ കെട്ടിടത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് രോഗികളെ കിടത്തിയിരിക്കുന്നു. നോക്കൂ, ആ ഭാഗത്താണ് ഇടിഞ്ഞ് വീഴുന്നതെങ്കിലും ഇവന്മാർ ഓടിയാൽ മുഴുക്കൂലായിരുന്നു. ഭാഗ്യത്തിന് അത് സംഭവിച്ചില്ല. ഈ സംഭവം നടന്നയുടൻ അവിടെ മാന്തി പറക്കി അതിനകത്ത് ആളുണ്ടാ എന്ന് നോക്കുകയല്ല ചെയ്തത്. ഒരുപക്ഷെ ആ കെട്ടിടത്തിനകത്ത് നിന്നും പെട്ടെന്ന് ആളുകളെ ഡിസ്ചാർജ് ചെയ്യുകയാണ് ചെയ്തത്, ഇറങ്ങി പോകാൻ പറയുക ചെയ്തത്, വേറൊരിടത്തേക്ക് മാറ്റുക പോലും അല്ല ചെയ്തത്. അതൊടുക്കം കൂടുതൽ പലരെയും പ്രതിഷേധത്തിൻ്റെ ഭാഗമായി അവർ വേറെ മാറ്റി. അതങ്ങ് പോകട്ടെ. ഒരു ആശുപത്രി സൂപ്രണ്ട് പറഞ്ഞാലും ഒരു സാമാന്യ ബുദ്ധിയുള്ളവന്, ഒരല്പമെങ്കിലും കിറുക്ക് പിടിക്കാത്ത തലയ്ക്ക് വെളിവുള്ള ഒരുത്തനോ ഒരുത്തിയോ ആയിരുന്നു ഈ വാസവനും മറ്റേ ഫാഷൻ ഷോക്കാരിയും ആയിരുന്നുവെങ്കിൽ അവരൊന്നും ചെയ്യാണ്ടല്ലോ. മന്ത്രിപ്പണിയൊന്നും ചില്ലറ പണിയൊന്നുമല്ല.
അത് ബുദ്ധിയും യുക്തിയും ആജ്ഞാശക്തിയും വിവേകവും ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. അവർക്ക് അവിടെ ഇരുന്നൊന്ന് കറക്കി വിളിച്ചാൽ മതി ഫയർഫോഴ്സിനെയും പോലീസ് ഇതിൻ്റെ ഈ സന്നാഹങ്ങളെ. ഇവരൊരു കല്ലും മണ്ണാക്കി പോലും ഒന്നും ചെയ്യണ്ട. എത്രയും പെട്ടെന്ന് ഈ സന്നാഹങ്ങളെ വരുത്തിയിരുന്നുവെങ്കിൽ ആ ബിന്ദു എന്ന 51 വയസ്സുകാരി രക്ഷപ്പെടുമായിരുന്നു. 2.5 മണിക്കൂറാണ് അവരതിനകത്ത് കുരുങ്ങിക്കിടന്നത്. അവിടെ അവരുടെ മകളെ, നഴ്സിംഗ് വിദ്യാർത്ഥിയായ അവരുടെ മകളെ ഒരു ഓപ്പറേഷന് കൊണ്ടുവന്നതായിരുന്നു. അവർക്ക് കൂട്ടിരിക്കാൻ പോയ സ്ത്രീ ശുചിമുറിയിലേക്ക് മോളോട് പറഞ്ഞിട്ട് പോയി കുളിക്കാൻ എങ്ങാണ്ടാണ് വന്നത്. അപ്പോൾ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ വാർത്ത കേട്ടതും ഈ അമ്മയെ കാണാനില്ലാത്തതും ഈ കുഞ്ഞ് ശരിക്കും കിടന്ന് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ അമ്മയെ കാണാനില്ല, അമ്മയെ കാണാനില്ല എന്ന്. ആരും കേട്ടില്ല. ഈ മന്ത്രി പൂങ്കവനടക്കം ആരും കേട്ടില്ല ഈ വിലാപം. അവസാനം കുട്ടി അങ്ങ് അകലെയുള്ള തൻ്റെ ബന്ധുവായ ഒരാളോട് വിളിച്ച് പറഞ്ഞു ഇതുപോലെ അമ്മയെ കാണാനില്ല. ആ ബന്ധുവാണ് ആ പ്രദേശത്തൊരു പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും പിന്നെ JCB വരുന്നൊരു സംവിധാനം ഉണ്ടാവുകയും ചെയ്തു. ബിന്ദുവിനെ പറ്റി ഞാൻ പറയാം. ബിന്ദു ഒരു 300 രൂപയ്ക്കൊരു തുണിക്കടയിൽ സെയിൽസ് ഗേളായിട്ട് പണിയെടുക്കുന്ന ആളാണ്. നോക്കൂ, കാലത്തെ അതിന് 50 രൂപ, സുഖമില്ലാത്തതുകൊണ്ട് നടക്കാൻ വയ്യാത്തതുകൊണ്ട് 50 രൂപ ചിലവാക്കി ആട്ടോയിലാണ് പോകുന്നത്. 250 രൂപയിൽ നിന്ന് ഭർത്താവ് കൂടുതൽ പണിക്ക്, ഭർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് ബിന്ദുവാണ്. വലിയ അയാൾക്ക് പണിക്ക് പോകാനും നിവർത്തിയില്ല. അപ്പോൾ ഈ നിസാരം 300 രൂപ ശമ്പളത്തിൽ നിന്ന് അവൾ തൻ്റെ ആൺകുഞ്ഞിനെ എൻജിനീയറിങ്ങിന് പഠിപ്പിക്കാൻ വിടുന്നു. മകളെ BSc നഴ്സിംഗ് ഫൈനൽ വിദ്യാർത്ഥികളാണ്, പഠിക്കാൻ വിടുന്നു. മുണ്ട് മുറുക്കി കൊടുത്ത് എന്തുമാത്രം കഷ്ടപ്പാടായിരിക്കും ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടി. ഇതൊന്നും 1 ലക്ഷം 2 ലക്ഷം രൂപ വില ഉള്ള സാരി ഉടുക്കുന്ന, ലിപ്സ്റ്റിക്ക് പുരട്ടുന്ന, മസാജ് പാർലറിൽ പോയി മസാജ് ചെയ്യുന്ന, സുഖലോലുപതയിൽ ആറാടിക്കൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഈ ജീവിതത്തിൻ്റെ വേദനകളും യാതനകളും. എൻജിനീയറിംഗ് പാസ്സായി അവൻ നവനീതിന് ആദ്യ ശമ്പളം വാങ്ങി അമ്മയുടെ തൃപ്പാദങ്ങളിൽ കാഴ്ചവെച്ച് അനുഗ്രഹം വാങ്ങിക്കാനിരിക്കുകയാണ് ഈ ദുരന്തം. നോക്കൂ, ഞാനെപ്പോഴും മക്കളെ വളർത്തുന്ന കാര്യത്തിൽ പറയും, അവർ 22 വയസ്സ് വരെ വളർത്തണം, ആകാശങ്ങളിലേക്ക്, ജീവിതത്തിൻ്റെ ആകാശങ്ങളിലേക്ക് വലിച്ചെറിയണം, മാതാപിതാക്കളുടെ ചിറകിനടിയിൽ കഴിയേണ്ടവരല്ല എന്ന്. പക്ഷേ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യാവില്ല. ബിന്ദുവിൻ്റെ ഭർത്താവിനും ഈ മക്കൾ രക്ഷപ്പെട്ടിട്ട് വേണം ജീവിതത്തിൽ അവരുടെ തണലിൽ ഒരു സ്വസ്ഥമായിട്ട് ജീവിക്കാൻ. അത് കൊതിച്ചു പോകും. എന്നെ നവമി എന്ന മകൾ ഏകദേശം ഫൈനൽ ഇയർ നഴ്സിംഗ് വിദ്യാർത്ഥിയാവുമ്പോഴത്തേക്കും ഒരു യൗവനപ്രായം, ഈ പ്രായത്തിലൊക്കെ അമ്മ ഒരു കളിക്കൂട്ടുകാരിയായി, മെൻറ്ററായി, ഒരാശ്വാസമായി, തലോടലായി അവരോടൊപ്പം ഉണ്ടാവേണ്ടതാണ്. കൊന്നു കളഞ്ഞിരിക്കുന്നു ഇവർ. എന്നെ അത്ഭുതപ്പെടുത്തിയത് ഡോക്ടർ നല്ലവനായിരിക്കാം, അതിനകത്ത് ഇയാൾ അറിയാതെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. ആളുണ്ടോ ഒരു സാമാന്യ ബുദ്ധിയും സെൻസും ഉപയോഗിക്കേണ്ട അയാൾ. അല്ലായെങ്കിൽ ഈ മന്ത്രിമാര് ഉടൻ തന്നെ ഈ പ്രവർത്തന പദ്ധതികളുമായി ബന്ധപ്പെട്ട് തുനിഞ്ഞിറങ്ങണ്ടേ. അതുമല്ല, 5 കിലോമീറ്ററുകൾക്കും അപ്പുറം ഒരു ഇരട്ടച്ചങ്ക് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഒരുവൻ ഇരിപ്പുണ്ടല്ലോ. അവനും ഒന്നും ചെയ്യണ്ട, ഫോണെടുത്ത് കറക്കിയാൽ മതിയല്ലോ. അല്ലെങ്കിൽ ഈ മന്ത്രിമാരെ കൊണ്ട് ഉടൻ അതിനുള്ള പരിപാടി ചെയ്യണമെന്ന് പറയണമായിരുന്നല്ലോ, അതും ചെയ്തില്ല. എന്നിട്ട് ഇവരുടെ തള്ളു കാണണം. വാസവൻ പിറ്റേ ദിവസം പറയുന്നു, ആരോഗ്യമന്ത്രി ചെന്ന് കുലുക്കിയിട്ടാണോ ആ കെട്ടിടം ഇട്ടതെന്ന്. എന്ത് അഹംഭാവത്തോടു കൂടിയാണ് പറയുക. ഒരു കെട്ടിടം ഇത് പൊളിക്കാത്തതിൻ്റെ ഉത്തരവാദിത്തം ആരോഗ്യമന്ത്രിക്ക് തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. അവരറിഞ്ഞ കേസാണ്. ഈ ബിന്ദുവിൻ്റെ 70,000 50,000 രൂപ തലേദിവസം പിന്നെ കൊണ്ട് ബിന്ദുവിൻ്റെ വീട്ടുകാരെ ഗവൺമെൻറ് ഏൽപ്പിച്ചു ശവസംസ്കാരത്തിന്. ഇനി ചിലപ്പോൾ ഇവന്മാരൊന്നും ചെയ്യുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്നാലും സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട് വെച്ച് കൊടുക്കാം,
ഈ കുട്ടിയുടെ ഓപ്പറേഷൻ ചെയ്തു കൊടുക്കാൻ, ചിലപ്പം പഠിപ്പിക്കാൻ ജോലി കൊടുക്കാം. എന്നാലും ബിന്ദു എന്ന മനുഷ്യസ്നേഹിയായ അമ്മയ്ക്ക് പകരമാകില്ല ഇതൊന്നും. ബിന്ദുവിൻ്റെ ചിത കത്തിത്തീരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് അമേരിക്കയിലെ മയോസ്കി ആണെന്ന് തോന്നുന്നു, ഒരു ഹോസ്പിറ്റലിൽ ചികിത്സക്കായി നമ്മുടെ ഖജനാവിൽ നിന്ന് 77 ലക്ഷം രൂപ എടുത്തുകൊണ്ട്, ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം എടുത്തുകൊണ്ട് അമേരിക്കയിലേക്ക് ഇവിടെ നിന്ന് വണ്ടി കയറി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവിടെ വെള്ളപ്പൊക്കം, 100ഓളം പേർ മരിച്ചുപോയി, പലരെയും കാണാനില്ല. നോക്കൂ, ഈ നാശം എവിടെ പെയ്യാലും ദുരന്തം തന്നെയാണ്. ഒന്നോർത്തോണം, ഒരു 3 പ്രഗത്ഭർ കേരളത്തിൽ നിന്നും അവിടെ ചികിത്സക്ക് പോയിട്ടുണ്ട്. ക്യാൻസറിന് ഏറ്റവും പ്രശസ്തമായ ആശുപത്രി ആണ്. പക്ഷേ ക്യാൻസറോ ഏതെങ്കിലും രോഗമോ ഒരുത്തനെ കൊന്നുകളയണമെന്ന് പറഞ്ഞ് വന്ന് കൂടിയാൽ അങ്ങോട്ട് പോയേ പറ്റൂ. അറിയാമോ, തോമസ് ചാണ്ടി, കുട്ടനാടൻ MLA തോമസ് ചാണ്ടി പൂത്ത പണക്കാരനാണ്. ഇട്ട് മൂടാൻ അയാൾക്ക് പണമുണ്ട്. അയാളുടെ തൊണ്ടയിൽ ക്യാൻസർ പിടിച്ചു. നേരെ ഈ ഹോസ്പിറ്റലിലേക്ക് വച്ച് പിടിച്ചപ്പോൾ അയാൾ കുറച്ചു കാലം മന്ത്രിയായിരുന്ന ഒരു MLA ആയിരുന്നു. ഖജനാവിൽ നിന്ന് 1,98 ലക്ഷം രൂപ ഇതിലേക്ക് വേണ്ടി സാങ്ഷൻ ആക്കിയിട്ടാണ് അയാൾ അവിടെ പോയത്. രക്ഷപ്പെട്ടില്ല, അയാൾക്ക് ചാകേണ്ടി വന്നു. പാർട്ടി സെക്രട്ടറി ആയിരിക്കുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ അവിടെ ചികിത്സക്ക് പോകും. അത് ഖജനാവിലെ പണം കിട്ടുകയല്ല പാർട്ടി സെക്രട്ടറിക്ക്, അത് പാർട്ടിക്കാർ കൊടുത്തതാണ്. മന്ത്രി ആയിരിക്കുമ്പോഴാണല്ലോ ഈ എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഖജനാവിൽ നിന്ന് അടിച്ചു മാറ്റുക. അവിടുത്തെ സംവിധാനത്തിന് കോടിയേരി ബാലകൃഷ്ണന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഒരു ലഡു പൊട്ടി തുടങ്ങിയിരിക്കുമെന്ന് എനിക്കറിയാം. പക്ഷേ നമ്മളങ്ങനെ പറയാൻ പാടില്ല എങ്കിലും അറിയാതെ പറഞ്ഞു പോകും. എവിടെ ചെന്നാലും ദുരന്തം വിതയ്ക്കുന്ന ഇയാൾക്ക് ആ ഹോസ്പിറ്റലിൻ്റെ ചികിത്സ കൊണ്ട് രക്ഷപ്പെടാനാകുമോ? ആകുമെങ്കിൽ ആകട്ടെ. എനിക്ക് അവിടെ ഇനി മറ്റൊരു ഭയങ്കര രസകരമായ മാസങ്ങൾക്ക് മുമ്പ് ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം നടന്നപ്പോൾ അമേരിക്കക്കാരനെ ഇയാൾ വിളിച്ചതെന്തെന്നറിയാമോ? തെമ്മാടി രാഷ്ട്രമെന്ന്. ആ തെമ്മാടി കൂട്ടം എന്ന് വിളിച്ചവൻ്റെ രാജ്യത്ത് തന്നെ പോയി നമ്മളൊക്കെ പണിയെടുക്കുന്ന 77 ലക്ഷം രൂപ, 77 കൂടുതലാവും കേട്ടോ. ഇവരൊക്കെ വിമാനത്തിൽ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ ഫെസിലിറ്റിയിൽ യാത്ര ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു 20 ലക്ഷം രൂപ യാത്രാക്കൂലി തന്നെ വേണ്ടി വരും. അപ്പം ഇവിടുത്തെ ഇതുകൊണ്ട് അമേരിക്കക്കാരന് കൊടുക്കുക. ഇവിടെ ഒരാൾ തിരുവനന്തപുരത്തൊരു സ്വകാര്യ ആശുപത്രിയിൽ ജീവന് വേണ്ടിയുള്ള മൽപ്പിടുത്തത്തിൽ യന്ത്ര സംവിധാനങ്ങളിൽ കിടക്കുക. ഒരിക്കൽ പോലും അമേരിക്കക്കൊരു സിസ്റ്റം ഉണ്ട്, ഭീകരവാദികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും അവൻ്റെ രാജ്യത്തിൽ കയറ്റുകയാണ്. കമ്മ്യൂണിസ്റ്റുകാരനെന്ന് പറയുകയാണെങ്കിൽ കൂടുതൽ ചോദ്യങ്ങളും അന്വേഷണങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇവിടെ കമ്മ്യൂണിസം ഒലക്കയുടെ മൂട് തേങ്ങ ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ ചെന്ന് അവനോട് ചിലപ്പോൾ കള്ളം പറയേണ്ടി വരും. അയ്യോ ഞാൻ കമ്മ്യൂണിസ്റ്റ് അല്ലേ എന്ന്. എന്തായാലും അവരവിടെ കയറ്റും. ഉത്തര കൊറിയയിലൊരു പ്രാന്തനുണ്ട്, താനി കിറുക്കാണ് അവന്, കിം ഉൻ ജോ എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടുത്തെ പ്രസിഡന്റ്. ഇന്റർനെറ്റ് ജനങ്ങൾ കൊടുത്തിട്ടില്ല. പിന്നെ ആളുകൾ എപ്പോൾ കരയണം എപ്പോൾ ചിരിക്കണമെന്ന് തീരുമാനിക്കപ്പെടുന്നത് ഈ ഉച്ചക്കിറുക്കനാണ്. അവൻ പോലും അമേരിക്കയിൽ ചികിത്സക്ക് പോയില്ല, ചൈനയിലെ ഭരണാധികാരികൾ പോയിട്ടില്ല. ഇയാൾ പോകുമ്പോൾ ഇയാൾക്ക് മാത്രം ഏതെങ്കിലും ഒരു മൂലക്കുരു വന്നാൽ, ഒരു ഊമപ്പനി വന്നാൽ നാട്ടുകാരുടെ കാശും എടുത്ത് നേരെ പോവും അമേരിക്കയിലേക്ക്. അറിയാമായിരിക്കും. ഇനി കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന് പറഞ്ഞ പോലെ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി എന്ന ഖ്യാതി കിട്ടുമായിരിക്കാം. തീർച്ചയായും കിട്ടും. നോക്കൂ, ഞാൻ കമ്മ്യൂണിസ്റ്റുകാരെ മൊത്തം അടച്ചാക്ഷേപിക്കുന്നതല്ല.
കേരളീയ സാമൂഹ്യ നവോത്ഥാനത്തിന് വലിയൊരു അളവോളം പങ്കുവഹിച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരുമുണ്ട്. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് പെണ്ണുങ്ങളെ നിങ്ങൾക്കറിയാലോ. PV ദിവ്യ, പേരുകൾ ഓർമ്മ കിട്ടുന്നില്ല, വീണ ജോർജ്, ആര്യ രാജേന്ദ്രൻ, ചിന്താ ജറ, ഇങ്ങനെ കുറച്ച് തല്ലിപ്പൊളി പെണ്ണുങ്ങൾ ഫാഷൻ ഷോ കാണിക്കുകയും പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ ചെന്ന് മസാജുകളും മുഖം മിനുക്കൽ നടത്തുന്ന സുഖലോലുപതയിൽ ആറാടി നിൽക്കുന്ന ഇവര് പഴയ ഒരു കമ്മ്യൂണിസ്റ്റുകാരിയുടെ വാക്കുകൾ കേൾക്കണം. ആദ്യ മന്ത്രിസഭയിലെ അംഗമായിരുന്ന KR ഗൗരിയമ്മ പറഞ്ഞിട്ടുണ്ട്, പോലീസുകാരൻ്റെ ലാത്തിക്ക് എന്നെ പ്രസവിപ്പിക്കാനുള്ള ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിരവധി ലാത്തി കുഞ്ഞുങ്ങളെ പ്രസവിക്കുമായിരുന്നുവെന്ന്. നോക്കൂ, അവർ ലോക്കപ്പിലും പോലീസിൻ്റെ ആ വരികളിൽ നിന്ന് തന്നെ ഒരു വിശദീകരണവും നമുക്ക് വേണ്ട. അവരനുഭവിച്ച ശാരീരിക പീഡനങ്ങളുടെ ഒരു ഉൾക്കാഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരാം. അങ്ങനെ അതുപോലെ തന്നെ ചിലാണെങ്കിൽ എത്രയോ രക്തസാക്ഷികൾ. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആവശ്യം നമുക്കില്ല. അതൊരു ഉപദ്രവമാണെന്ന്, ഇതൊരു പൊല്ലാപ്പാണ്. അതായത് കമ്മ്യൂണിസ്റ്റുകാരൻ എവിടെ ഭരിക്കുന്നു അവിടെയെല്ലാം മദ്യവും സിഗരറ്റും മറ്റ് ഭക്ഷണം ഇത്തരം സാധനങ്ങൾ ഈ ഫ്രീ കിറ്റുകൾ കൊടുത്ത് ആളുകളെ മയക്കുന്ന ഒരു സമ്പ്രദായവനുണ്ട്. ജനങ്ങളുടെ കാതലായ പ്രശ്നങ്ങളിൽ നിന്ന് അവരുടെ ശ്രദ്ധയെ വഴിതിരിച്ചു വിടുകയാണ് ഇവരുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഏത് ചെകുത്താൻ വന്നാലും നമുക്കറിയാലോ, ഉത്തര കൊറിയയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഈ കിറുക്കനെ മാറ്റാനൊന്നും പറ്റൂല. അവർക്ക് ഓട്ടൊന്നുമില്ല. അയാളുടെ ജീവിതകാലം മുഴുക്കയും അവൻ ജനങ്ങളുടെ പുറത്ത് കുതിര കയറി ഇത് കാണിച്ചുകൊണ്ടിരിക്കും. അത് കഴിയുമ്പോൾ അതിനേക്കാൾ വേറൊരു ഭീകരം വരും. ഇതൊരു ഗതികേടാണ്. മറിച്ച് നമുക്ക് അങ്ങനെ അല്ലാലോ. 5 വർഷത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് നമ്മുടെ അവകാശം വിനിയോഗിക്കേണ്ട സാധ്യത ഉണ്ടല്ലോ. അത് ശരിക്കങ്ങ് നമുക്ക് വിനിയോഗിച്ചാൽ പോരെ. ഒരു തീരുമാനം എടുക്കുക. കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ ഒടേ തമ്പുരാൻ വന്ന് ഇവിടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാലും വോട്ട് കൊടുക്കരുത്. കാര്യം നിസ്സാരമല്ലേ. വേറെ ആർക്കും നിങ്ങൾ കൊടുത്തോ? കാരണം വേറെ ആരെയും എന്തെങ്കിലും പറഞ്ഞ് സമരം ചെയ്തോ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയോ വേറെ ആണെങ്കിൽ കാര്യം നേരെ നമുക്ക് ചെയ്യിക്കാലോ. ഇവന്മാരെ ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അത്രയും അഹന്തയുടെയും വൃത്തികേടിൻ്റെയും മൂർത്തിമത് ഭാവങ്ങളാണ് ഈ മാർക്സിസ്റ്റുകാർ. എല്ലാ തിങ്കളാഴ്ച ദിവസവും വൈകുന്നേരം 9 മണിക്ക് ജ്യോതിഷം ശാസ്ത്രീയ പഠനത്തിൻ്റെ എപ്പിസോഡുകൾ, വളരെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള കാതലായ എപ്പിസോഡുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടും ഈ ചാനലിൽ ഇത്തരം വർത്തമാനം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സാമൂഹ്യ ജീവിയാണ്. അതുകൊണ്ട് രാഷ്ട്രീയം, ഫിലോസഫി, മറ്റ് പല സംഗതികളും ഞാൻ പറയുകയും ചെയ്യും. ചാനലിലെ കൂടുതൽ വീഡിയോസുകൾ ഉൾപ്പെടുത്തണം എന്നെനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ പലപ്പോഴും അതിന് കഴിയാറുമില്ല. അപ്പോഴത്തേക്കുമാണല്ലോ തിങ്കളാഴ്ച ദിവസം പരിപൂർണമായും ജ്യോതിഷം പറഞ്ഞിട്ട് ബാക്കി എനിക്ക് തോന്നുന്ന എൻ്റെ വായാടിത്തനങ്ങൾ മറ്റ് ദിവസങ്ങളിൽ പറയാം എന്നാണ് ഞാൻ വിചാരിച്ചു വച്ചിരിക്കുന്നത്. ഇനി ഞാൻ ഈ മുറ തെറ്റിക്കില്ല, ദയവ് ചെയ്ത് ക്ഷമിക്കുക. തിങ്കളാഴ്ച ദിവസം ജ്യോതിഷം തന്നെ പറയാം. അപ്പോൾ ഒരോർമ്മപ്പെടുത്തലോടുകൂടി, ശക്തമായ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഞാൻ എപ്പിസോഡിൽ വൈൻഡപ്പ് ചെയ്യുന്നു. മാർക്സിസ്റ്റ് കമ്മ്യൂണിസം നമുക്ക് വേണ്ട. നന്ദി.